അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ ഓടൻ്റെ അസിസ്റ്റൻസ് അവരെല്ലാവരും ടു സ്ക്വാഡ് സ്റ്റൈലിൽ ഇപ്പൊ കൈഡോയെ ഓടൻ അറ്റാക്ക് ചെയ്ത അതേ ഭാഗത്ത് ആഞ്ഞു വെട്ടുകയാണ്. ഓരെ തുളുമ്പി കൈഡോ അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. കൈഡോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ രൂപത്തിലേക്ക് വന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് കൺട്രോൾ കിട്ടില്ല. അവൻ പതിയെ പതിയെ മയങ്ങി താഴേക്ക് അടിച്ചു വീഴുകയാണ്. അവന്റെ ആ മുറിവിലൂടെ രക്തം നല്ല ഫോഴ്സിൽ പുറത്തേക്ക് ഒഴുകും. നമ്മുടെ ആൾക്കാരെല്ലാവരും ആ കാഴ്ച കണ്ട് റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ക്വീൻ ആണെങ്കിൽ അച്ചറം പൊച്ചറം നിർത്താതെ ഷൂട്ട് ചെയ്ത് അവിടെയുള്ള ഒരുപാട് പേരെ സോംബീസാക്കി മാറ്റിയിരിക്കുകയാണ്. അവരാണെങ്കിൽ അടുത്തുള്ളവരെ കടിച്ചു പറിക്കും. നമ്മുടെ സോൾജേഴ്സ് ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഓരോ ഭാഗത്തേക്ക് ചിന്നിച്ചെതറി പേടിച്ച് ഓടുകയാണ്. എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അതിന് ഡ്രേക്ക് ആണെങ്കിൽ സോറോട് പറയും ഒരു തരം പ്ലേഗാണ്. ആ ഒരു ക്വീൻ അവൻ ക്രിയേറ്റ് ചെയ്ത ബുള്ളറ്റ്സിലൂടെയാണ് അത് പുറത്തേക്ക് വന്ന് അഫക്റ്റ് ആവുന്നത്. പ്ലേഗ് അഫക്റ്റ് ആയിട്ടുള്ള സോംബീസ് അവർ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരും സോംബീസായി മാറുമെന്ന് പറയും. ഇത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും ഒരുപാട് സോംബീസ് അവരെ റൗണ്ട് ചെയ്യാണ്. അവരാണെങ്കിൽ അവരുടെ കയ്യിലുള്ള വെപ്പൻസ് എല്ലാം വെച്ച് അവറ്റകളെ തല്ലി താഴെയിടും. ക്വീനാണെങ്കിൽ അവരുടെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. കാരണം ക്വീൻ അവന്റെ ആൾക്കാരെ തന്നെ സോംബീസാക്കി മാറ്റുകയാണ്. ആണെങ്കിൽ വെറിയിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ ക്വീനോട് വിളിച്ചു പറയും തീർച്ചയായിട്ടും ഇതേ നാണയത്തിൽ തന്നെ എന്നെ ഞാൻ തിരിച്ചടിക്കും. ആണെങ്കിൽ ചുറ്റും നോക്കും. അവർ അറ്റാക്ക് ചെയ്ത സോംബീസ് അവറ്റകൾ വീണ്ടും അവർക്ക് നേരെ തിരികെയാണ്. അപ്പോഴായിരിക്കും സോറോ ഹെൽപ്പ് ചെയ്തൊരു സാമുറായി സോംബിയായി മാറി സോറോയ്ക്ക് നേരെ വരിക. സോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അവനെ ബ്ലോക്ക് ചെയ്ത് അവനോട് ദേഷ്യപ്പെട്ട് പറയും ഇത് ഞാനാണ് സോറോ, ഇതിൽ അഫക്റ്റഡ് ആയോ, എങ്ങനെയെങ്കിലും ബാക്ക് ടു നോർമൽ ആവാൻ പറഞ്ഞ് സോറോ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. അതിന് ചോപ്പർ പറയും സോറോ നീ എന്തായി ചെയ്യണേ, അവരെ കൊണ്ട് അത്ര എളുപ്പത്തിൽ ബാക്ക് ടു നോർമൽ ആവാൻ കഴിയില്ല. ഒരു കാരണവശാലും നീ അവരെ ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്താൽ നിന്റെ ബോഡിയിലേക്കും ആ ഒരു ഇൻഫെക്ഷൻ അത് സ്പ്രെഡ് ആവും. അത് കേട്ട് സോറോ ആണെങ്കിൽ കെയർഫുൾ ആയിട്ട് അവനെ ഹാൻഡിൽ ചെയ്യും. ചോപ്പർ ആണെങ്കിൽ ഒഡോൺ ജയിലിൽ വെച്ച് അവർ പരസ്പരം അറ്റാക്ക് ചെയ്തതും ആ ഒരു പ്ലേഗ് അത് സ്പ്രെഡ് ചെയ്തതും ആലോചിക്കും. അവൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരുപാട് പ്ലേഗ്സുകളെ എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇത്തവണ അവരുടെ സോളിനെ പോലും ഈ ഒരു പ്ലേഗിനെ കൊണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ക്വീൻ ആണെങ്കിൽ നിർത്താതെ അറ്റാക്ക് ചെയ്ത് അവന്റെ അസിസ്റ്റൻസിനോട് പറയും ഡോറുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്യണം, ആരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെ സീൻ കട്ട് ചെയ്ത ലൂഫിയെയും സാഞ്ചയെയും കാണിക്കും. അവർക്കാണെങ്കിൽ ഇപ്പോഴും മുകളിലേക്ക് കയറാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സാഞ്ചി ആണെങ്കിൽ ലൂഫിയോട് പറയും ഒരുപാട് പേര് നമ്മളെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. അത് കേട്ട് ലൂഫിയും സാഞ്ചിയും രണ്ടുപേരും ഒരുമിച്ച് അവർ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവർ വീണ്ടും വീണ്ടും ഇരട്ടിയായി വന്നുകൊണ്ടേയിരിക്കും. സാഞ്ചി ആണെങ്കിൽ തീർത്തു പറയും ഇനിയും നീ ഇവിടെ നിന്ന നിന്റെ സ്ട്രെങ്ത് അത് വെറുതെ പോവും. ഒറ്റകളുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം, നീ എത്രയും വേഗം മെയിൻ വില്ലൻ കൈഡോയെ അവനെ തകർക്കണമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കും. അതിനുശേഷം സാഞ്ചി ആണെങ്കിൽ ആ സോൾജിയേഴ്സിനെ നേരിടുകയാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ വിളിച്ചു പറയും ഒരു കാരണവശാലും അവർ രണ്ടുപേരെയും വെറുതെ വിടാൻ പാടില്ല. അവരെ തകർത്ത കിട്ടാൻ പോകുന്ന സമ്മാനം അത് വളരെ വലുതാണെന്ന് പറഞ്ഞ് സാഞ്ചിയുടെ അടുത്തേക്ക് വരും. സാഞ്ചി ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അവർക്ക് സമ്മാനം കൊടുക്കും. സാഞ്ചി ആണെങ്കിൽ കാലിൽ ഫയർ കൊണ്ടുവന്ന് ഒരു കൂട്ടം സോൾജിയേഴ്സിനെ തല്ലി കൊല്ലുകയാണ്. അപ്പോഴായിരിക്കും ഒരു ഗോറില്ല തലയൻ സാഞ്ചിക്ക് നേരെ വരിക. അവനെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടുമെങ്കിലും സാഞ്ചി ആണെങ്കിൽ കാല് മടക്കി അവനെയും അച്ചറം പൊത്തരം ചവിട്ടി ഓടിക്കും. പക്ഷെ ആ ഗോറിലയാണെങ്കിൽ നൈസായിട്ട് ഡൈവേർട്ടായി വീണ്ടും സാഞ്ചിക്ക് നേരെ വരികയാണ്. അവൻ സാഞ്ചിക്ക് നേരെ പഞ്ച് ചെയ്യും. അതിൽ നിന്ന് സാഞ്ചി രക്ഷപ്പെടും. ലൂഫി ആണെങ്കിൽ അത് കണ്ട് എന്റർടൈൻ ചെയ്ത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഗോറില ഇപ്പൊ നമ്മുടെ ആൾക്കാരെ തടഞ്ഞ് അവരോട് പറയും ഒരു കാരണവശാലും ഞങ്ങളെ ഞാൻ കടത്തിവിടില്ല. ലൂഫിക്കാണെങ്കിൽ അവൻ ഒറ്റ പഞ്ചിൽ തെറിപ്പിച്ച് കളയണമെന്നുണ്ട്. പക്ഷെ അവനുമായിട്ട് പഞ്ച് ചെയ്ത അവന്റെ സ്ട്രെങ്ത് വെറുതെ വേസ്റ്റ് ആവും. തൊട്ടിയിടയിൽ ജിംബൈ ആണെങ്കിൽ ചാടി വീണ് അവന്റെ തലക്കൊരൊറ്റ അടി. ആ ഒരു അടിയിൽ അങ്ങനെ കറങ്ങി അട്ടിച്ച് താഴെ വീഴുകയാണ്. അവന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വരും. ഓ നോ, എന്തു പറ്റി, നിങ്ങളുടെ കാറ്റ് പോയെന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഒരടിക്കൊന്നും എന്റെ കാറ്റ് പോവില്ല, എന്റെ ദേഹത്ത് തൊട്ട ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ജിംബയെയും ലൂഫിയെ നോക്കി മുരക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അതിനെ കാണുമ്പോൾ അവനോട് ഫൈറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അവനാണെങ്കിൽ ഇപ്പൊ അതിനോട് ഫൈറ്റ് ചെയ്യാൻ ഓടി അടുക്കും. ആണെങ്കിൽ ലൂഫിയുടെ തലയ്ക്ക് തന്നെ ഒരൊറ്റ അടി. യു ആർ അൺബിലീവബിൾ, നിന്നോട് എത്ര തവണ പറഞ്ഞു വെറുതെ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കാൻ പാടില്ല എന്ന്. നിന്റെ ആവശ്യം മുകളിലാണ്, നീ ഫൈറ്റ് ചെയ്യേണ്ടത് കൈഡോയോടാണെന്ന് പറയും. ലൂഫി ആണെങ്കിൽ അതിന് പറയും എനിക്ക് ഇവനോട് ഫൈറ്റ് ചെയ്യണം, നീ ഒരുപാട് നേരമായിട്ട് അവനോട് ഫൈറ്റ് ചെയ്യുന്നു, എനിക്ക് വെറും 10 സെക്കൻഡ് കൊണ്ട് അവന് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് കഴിയും. അത് കേട്ട് സാഞ്ചിയുടെ കൺട്രോൾ പോവും. എനിക്ക് 10 സെക്കൻഡ് ഒന്നും വേണ്ട, 5 സെക്കൻഡ് മതി. അങ്ങനെ അവർ രണ്ടുപേരും 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. ഇവിടെ ആ ഗോറിലേക്കാണെങ്കിൽ ചത്താ മതി എന്നാവും. കാരണം അതിനെ നിർത്തി അങ്ങനെ അപമാനിക്കുകയാണ് നമ്മുടെ ആൾക്കാർ. ഗ്യാപ്പിൽ ജിംബൈ ആണെങ്കിൽ
ഗോറിലയുടെ അടുത്തേക്ക് വരും. ഗോറിൽ അതിന്റെ കൈ ചുരുട്ടി ജിംബയെ ഇടിക്കാൻ ശ്രമിക്കും. പക്ഷേ ഫിഷ്മാൻ കരാത്താന്ന് പറഞ്ഞ് ജിംബൈ ക്യാഷ്വലായിട്ട് ഒരു പഞ്ച് കൊടുക്കും. ആ ഒരു പഞ്ചില് അതങ്ങനെ ഫ്ലൈ ചെയ്തു പോയി മുകളിലുണ്ടായിരുന്ന സീലിംഗ് അത് തകർത്ത് അപ്പുറം എത്തുകയാണ്. ആക്ച്വലി ബിഗ് മോമിനെ പോലും ഒക്കെ അടിക്കാൻ മാത്രം പവറും സ്ട്രെങ്ത്തും ഉള്ള ആളാണ് സാക്ഷാൽ ജിംബൈ. സ്ട്രെങ്ത്തും കണ്ട് അവിടെ ഉണ്ടായിരുന്ന വില്ലന്മാര് അവരാണെങ്കിൽ ദൂരേക്ക് ഓടുകയാണ്. അതേസമയം ലൂഫിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് നഷ്ടബോധം, അവനെ തല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്നതിൽ. ജിംബൈ ആണെങ്കിൽ ലൂഫിയോട് പറയും, നിന്റെ ആവശ്യം മുകളിലാണ്, അവിടെ എത്തും വരെ നിനക്ക് ഞാൻ എസ്കോർട്ട് തരും. അത് പറയേണ്ട താമസം ആ കൊരങ്ങന്റെ ഒരുപാട് അസിസ്റ്റൻസ് അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാർ റൗണ്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഒക്കെയാണെങ്കിൽ ഭയങ്കര സന്തോഷം, അവൻ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി അവരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. സാഞ്ചി ആണെങ്കിൽ ജിംബയോട് പറയും, ലൂഫി അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നമ്മൾ വേണം അവനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ലൂഫിയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഫ്ലവർ ക്യാപിറ്റൽ കാണിക്കുകയാണ്. അവിടെയുള്ള ജനങ്ങൾ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഗൗനിക്കാതെ ആ ഫയർ ഫെസ്റ്റിവൽ അത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുകയാണ്. അവർക്കറിയാം ഇനി വരാൻ പോകുന്നത് വലിയൊരു മഹായുദ്ധമാണെന്ന്. സോ എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായി അവരാണെങ്കിൽ എല്ലാം മറന്ന് ആ ഒരു ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യും. ഞങ്ങൾക്കാണെങ്കിൽ വലിയൊരു ഹോപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഓടന്റെ പ്രതിമ അതൊക്കെ തയ്യാറാക്കി അവർ ആ ഫയർ ഫെസ്റ്റിവൽ ആഘോഷിക്കും. അതേസമയം ഇവിടെ ആ കാർപ്പൻറ്റർ അങ്കിള് അവളുടെ അടുത്തേക്ക് ഒരു കുട്ടി പെണ്ണ് കടന്നു വരികയാണ്. അതിനുശേഷം സിമ്പിളായിട്ട് സംസാരിക്കും. തൊട്ടു പിന്നാലെ അവളുടെ അച്ഛനും അവിടേക്ക് വന്ന് കാർപ്പൻറ്ററിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. സത്യത്തിൽ ഇവർക്ക് ഈ ഒരു ഫയർ ഫെസ്റ്റിവൽ അതൊരു നിർണായക ഫയർ ഫെസ്റ്റിവൽ തന്നെയാണ്. ഇതിനുശേഷം എന്ത് സംഭവിക്കാം, അവരുടെ ഉള്ളിൽ ആ ഒരു ആശങ്ക അതങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു ഫയർ ഫെസ്റ്റിവൽ അത് ഇനിയും ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയായിരുന്നെങ്കിൽ ഒരുപാട് നന്നായിരിക്കും. കാരണം നമുക്കിപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാനും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും ഒക്കെ തന്നെ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് ഫാക്ടറികൾക്കെല്ലാം തന്നെ ഹോളിഡേ ആയതുകൊണ്ട് പോയിസൺ ഗ്യാസ് അത് സ്പ്രെഡ് ആവാത്ത വായു അത് ശ്വസിക്കാനും കഴിയുന്നുണ്ട്. ഇതുപോലെ എല്ലാ ദിവസവും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അതുമാത്രമല്ല വില്ലേജിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും തന്നെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും. സോ ഇന്ന് അങ്ങനെ ഒന്നും നടക്കില്ല. ചില ആൾക്കാരാണെങ്കിൽ ബാക്കിയുള്ളവരോട് പറയും ഇതൊക്കെ റീറ്റൈനേഴ്സ് അവരിവിടേക്ക് തിരികെ എത്തി കൈഡോയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ ബാക്കിയുള്ള ചില ജനങ്ങളാണെങ്കിൽ അത് വിശ്വസിക്കാൻ തയ്യാറാവാതെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ഹായ് ആയിട്ടിരിക്കും. അങ്ങനെ ഗ്രാമത്തിലാണെങ്കിൽ ഡിസ്കഷൻ വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ഓർഗഷിമയിൽ കൈഡോയ്ക്കാണെങ്കിൽ ബോധമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ചുറ്റുമുള്ള കിന്നാൻ ടീമിന് ഭയങ്കര സന്തോഷം. ഇന്നിന്റെ സപ്പോർട്ട് കൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് അവനെ തകർത്തു എന്ന് പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. പക്ഷെ ഇപ്പോഴും അവരവനെ പൂർണ്ണമായിട്ടും കൊന്നിട്ടില്ല. അവന്റെ തല അത് വെട്ടിയെടുത്ത് അവനെ ഇല്ലാതാക്കുന്നതിന് പകരം അവരാണെങ്കിൽ ഇപ്പോ കൈഡോ അവൻ തകർന്നു വീണത് കണ്ട് പൊട്ടിച്ചിരിച്ച് സന്തോഷിക്കാനായിട്ട് തുടങ്ങും. അവരത് എൻജോയ് ചെയ്യുകയാണ്. എങ്കിൽ എല്ലാവരോടും സംസാരിക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട് അഷുറ ടോജി ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾ എന്തായി ചെയ്യണേ, ആദ്യം അവനെ കൊന്നുകള, എന്റെ കഴുത്ത് അത് രണ്ടായി വെട്ടിയെടുക്കുമെന്ന് പറയും. അത് കേട്ട് കിന്നാണെങ്കിൽ സ്ക്വാഡുമായി അവന്റെ അടുത്തേക്ക് എത്തേണ്ട താമസം അവനാണെങ്കിൽ ചാടി എഴുന്നേൽക്കുകയാണ്. നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്ത സമയം ഞാൻ ഒരു സെക്കൻഡ് ഓടനെ എൻ്റെ മുൻപിൽ കണ്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൻ്റെ പവർ ഉണ്ട്. കൈഡോ ആണെങ്കിൽ തീർത്തു പറയും, എനിക്കിവിടെ മരിക്കാൻ യാതൊരു ഭയവുമില്ല. അന്ന് ഓടൻ അവൻ എന്നെ നശിപ്പിക്കേണ്ട ഘട്ടം എത്തിയതാണ്. പക്ഷെ ആ ഒരു ഗ്രാൻഡ്മ ഒരു മൊമൻറ്റോസ്കിയുടെ രൂപം കാണിച്ചാണ് ഓടനെ ഡൈവേർട്ട് ചെയ്തത്. അതെനിക്ക് വലിയൊരു നാണക്കേട് തന്നെയാണ്. സോ എന്ത് സംഭവിച്ചാലും ഞാനത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഫുൾ പവറിൽ തയ്യാറാവും. പക്ഷെ ഒരേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കാർക്കും ഓടൻ്റെ അത്രയും പവറില്ല. അവൻ എൻ്റെ ദേഹത്തിട്ട ആ ഒരു വലിയ സ്ക്രാച്ച് അത് ഇപ്പറായിട്ട് നിങ്ങളെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ഫോഴ്സ് എടുത്ത് വീണ്ടും ആഞ്ഞടിക്കും. ആ ഒരു അറ്റാക്കിൽ നിന്ന് എല്ലാവരും തെന്നിമാറും. പക്ഷെ ഒക്കിക്കു ആണെങ്കിൽ അവളുടെ സ്ക്വാഡ് വെച്ച് അത് പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ ഒരു പവർ അവളുടെ കൈ അങ്ങനെ സ്ലൈസ് ചെയ്ത് കളയാണ്. ഒക്കിക്കുയുടെ അവസ്ഥ കണ്ട് എല്ലാവരും നിലവിളിച്ച് കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.